അപ്പം എൻ്റെ സ്വന്തം കുഞ്ഞുമക്കളെ, അപ്പോൾ കോൾബിൻ ചേട്ടൻ രാത്രി വന്നപ്പോൾ നല്ല കിടിലും കിടുക്കാച്ചി കിടുക്കോസ്റ്റ് പാര മേടിച്ചിട്ടുണ്ടെന്നുണ്ട്. ഇപ്പം ട്രോളിങ് ആയതുകൊണ്ട് മീനൊന്നും കിട്ടാനില്ല ഇവിടെ. പക്ഷെ കോൾബിൻ ചേട്ടൻ പോയി തിരഞ്ഞെടുത്ത് പിടിച്ച് മേടിച്ചിട്ടുണ്ടെന്നാണ് കേട്ടാ. കോൾബിൻ ചേട്ടൻ്റെ അമ്മയും പോയേട്ടാ. നല്ല പാര കിട്ടിയിട്ടുണ്ട് മക്കളെ. ഐസാണെന്ന് തോന്നുന്നു. ശരിയാക്കിയിട്ടാണ് മേടിച്ചിട്ടുണ്ടെന്ന്. നമ്മളൊക്കെ ഇവനെ ഒരു കാര്യം ചെയ്യാം, കഴുകി വൃത്തിയാക്കി എടുത്ത് മീൻ തിന്നാഞ്ഞിട്ട് വയ്യ മക്കളെ. മീൻ പ്രാന്താണ്. മീൻ കഴിച്ചില്ലെങ്കിൽ മീൻ, ഇടക്കിടക്ക് ബീഫ്, ഇടക്കിടക്ക് പന്നി, ഈ സാധനമൊക്കെ കഴിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഓ ജീവിക്കാൻ പറ്റൂല. അമ്മാതിരി ഫീലാണ്. അപ്പോൾ നമുക്ക് ഇവനെ കഴുകി അങ്ങോട്ട് വൃത്തി ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ട് ഒരു കറി അങ്ങോട്ട് വെച്ച് ചോറും കൂടി ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കാം. അപ്പൊ നമ്മുടെ സൗകര്യങ്ങളൊക്കെ ചെറുതാണ് കേട്ടോ. അപ്പൊ നമ്മ നല്ല കിടിലം കിടുകാച്ചിയാക്കി മീനും പൊരിക്കാണ്ട് നല്ല മീൻകറിയും വെക്കണ്ട്, ചോറും കൂട്ടി ഒരു പിടുത്താം. സെറ്റ് പവർ പിന്നല്ല. നല്ല അടിപൊളിയായിട്ട് മുരിയുണ്ട് മക്കളെ. ഇവിടെ മീൻകറി നല്ല തിളച്ച് വേറെ ലെവലായിക്കൊണ്ടിരിക്കണേ. അപ്പൊ സാധാരണ കോൾബിൻ ചേട്ടൻ മീൻകറി വെക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിളപ്പിച്ചതിനോടാണ് പ്രിയം കൂടുതൽ. അപ്പൊ ഇന്ന് കോൾബിൻ ചേട്ടൻ വെച്ചേക്കണത് വാളംപുളി പിഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു വെറൈറ്റി ആയിട്ട് ഉലുവയൊക്കെ ഇട്ടാണ് വെച്ചേക്കണത്. എൻ്റെ മക്കളൊക്കെ റെസിപ്പി കണ്ടായിരിക്കും. അപ്പം അതേപോലെ നോക്കാം, ടേസ്റ്റ് ഉണ്ടാവും നോക്കാം. എൻ്റെ മക്കൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്തായാലും അത് ചെയ്യണം കേട്ടോ. വേറെ ലെവലാണ്. ഓ അമ്മാതിരി സാധനം. ഇത് ഈ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ പൊറോട്ടയൊക്കെ കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ല വമ്പനായിരിക്കോള്. കിടുക്കോസ്റ്റ് ആയിരിക്കോള്. കിടിലം കിടുക്കാച്ചി കിടുക്കോസ്റ്റ് ആയിരിക്കോള്. അപ്പം ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ചോറും കൂട്ടി ഒരു പിടുത്തം കൊള്ളിട്ട് പിടിക്കട്ടെ. എന്നിട്ട് എൻ്റെ മക്കളോട് പറയാ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കേട്ടാ. അപ്പൊ എൻ്റെ മക്കൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യണം കേട്ടാ. മീൻ കരിഞ്ഞാ മീനൊന്നും നമുക്ക് മറിച്ചിടാം. ഇവൻ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞിട്ടുണ്ട് മക്കളെ. ഓഹോ സെറ്റായിട്ടുണ്ട് കേട്ടാ. അധികം കരിച്ചെടുക്കാൻ പാടില്ല കേട്ടാ. നമ്മുടെ സെറ്റ് മീൻകറി. അപ്പൊ നമ്മുടെ മീൻ പൊരിച്ചതും റെഡിയായി മക്കളെ. ഒന്നിങ്ങനെ ഞെക്കി കൊടുക്കാം. മീൻ പൊരിച്ചതും റെഡിയായി. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് കുക്കറിൽ. അപ്പം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് മക്കളെ. നല്ല ചുമന്ന അരിയുടെ ചോറ്. ഇങ്ങനെ ഊറ്റി അങ്ങോട്ട് എടുക്കാം. ഇതിങ്ങനെ പാത്രത്തിലോട്ട് ഇങ്ങോട്ട് തട്ടാം. നല്ല ചൂട് ചോറും ഇതിങ്ങനെ തട്ടി തട്ടി എടുക്കാം മക്കളെ. എൻ്റെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചല്ലോ അല്ലേ. ഭക്ഷണം കഴിച്ചത് കേട്ടാൽ സന്തോഷം കേട്ടാ. അതിനേക്കാൾ വലിയ സന്തോഷമില്ല മക്കളെ. ചൂട് ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കണം മക്കളെ ഇങ്ങനെയുള്ള മീൻകറിയൊക്കെ. വേറെ ലെവല് മീൻകറി ഒന്നും പറയാനില്ല കേട്ടാ. കോൾബിൻ പറഞ്ഞ് ടേസ്റ്റ് ഉണ്ടാന്ന് നോക്കിയിട്ട് പറയാന്ന്. എന്നിട്ട് വേണ്ടത് മക്കളെ ആ തലയുണ്ടല്ല, ആ തല എടുക്കാം. ഇങ്ങോട്ട് വെക്കാം. ഒരു ചെറിയൊരു പീസ് ഇങ്ങോട്ട് വെക്കാം. അടുത്തത് വേണ്ടത് മക്കളെ ആ കറി ഉണ്ടല്ല, മീൻകറി, അതിൻ്റെ ഒരു തല ഇങ്ങോട്ട് എടുക്കാം. ഇതിങ്ങോട്ട് പിടിക്കാം. എന്നിട്ട് ചാറ് നല്ല പൊളപ്പനായിട്ട് അങ്ങോട്ട് ഒഴിക്കാം. ആഹാ എന്തിന് കുറക്കണം, ഒരു ചെറിയ കഷ്ണം കൂടി എടുത്തേക്കാം. ഇനി വേണ്ടത് മക്കളെ ശകല ഉപ്പ്. ഇതിങ്ങനെ അങ്ങോട്ട് ചോറിലോട്ട് അങ്ങോട്ട് ഇടാം. അപ്പൊ അമ്മ ഇവിടെ നല്ല അടിപൊളി ഇതെന്താണ് സിട്രസ്, പേരക്ക ഇതൊക്കെ കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ തല ഓഹോ അതറിയ വെച്ചത് ഇത് പൊരിച്ചത്. അന്തസ്. ചോറ് കഴിക്കുമ്പോൾ ഇതേപോലെ തന്നെ നിലത്തിരുന്ന് കഴിക്കണം മക്കളെ. അതാണ് അതിൻ്റെ ഒരു ഇത്. ഓഹോ വേറെ ലെവല്.
അപ്പൊ എൻ്റെ മക്കളൊക്കെ ഇതേപോലെ മീൻകറി ഒന്ന് ട്രൈ ചെയ്തോ. കോൾബിൻ ചേട്ടന് ഇഷ്ടപ്പെട്ട്, അപ്പൊ എൻ്റെ മക്കൾക്കും ഇഷ്ടപ്പെടും. പൊരിച്ചതും വേറെ ലെവല്.